ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഇതുവരെ ഏകദേശം 27 ലക്ഷം പേർ ദർശനത്തിനെത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. തങ്കയങ്കി ഘോഷയാത്രയും മണ്ഡലപൂജയും കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ദിവസം 10,000 എന്ന നിലയിൽ തുടരുകയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 26-ന് 64,000-ഉം മണ്ഡലപൂജാ ദിനമായ 27-ന് 70,000-ഉമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് 64,000 ആക്കി ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000-ആണ്. നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ്. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. ആറന്മുളയിൽ നിന്നും 23-ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര 26-ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തും. തുടർന്ന് വൈകിട്ട് ശരംകുത്തിയിലും എത്തും. ഇവിടെ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായ സ്വീകരണം നൽകും. 26-ന് ഉച്ചയ്ക്ക് ഇത് 1:30 മണിക്ക് പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകുന്നേരം 5:15 മണിയോടുകൂടി ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും. 26 വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. 27 രാവിലെ മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടച്ച് 30-ാം തീയതി മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ സ്വരൂപത്തെ ഒരു നോക്ക് കാണാനും മണ്ഡലപൂജയ്ക്ക് സാക്ഷ്യം വഹിക്കാനുമായി വൻ ഭക്തജന തിരക്കാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ക്യാമറാമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാം സുന്ദർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.